ഇവിടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങളൊക്കെ, അടുത്ത വിഷമങ്ങളൊക്കെ, അവൻ്റെ വിഷമങ്ങളൊക്കെ, അവനൊക്കെ ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കോഴിക്കോട് രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ച് 7 മാസം പ്രഗ്നൻ്റായ സോന എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെടുന്നു. സോനയുടെ ഭർത്താവ് റിജിലാൽ ആയിരുന്നു ആ ഒരു വാഹനം ഓടിച്ചിരുന്നത്. റിജിലാലിൻ്റെ ശരീരവും ഏകദേശം 65% പൊള്ളലേറ്റു. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവരും റിജിലാലിന് നേരെ കൈ ചൂണ്ടി. കാരണം തെറ്റുകാരൻ റിജിലാലാണ് എന്നാണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞത്. അതിനുള്ള പ്രധാന റീസൺ, ആ ഒരു പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടിയെ റിജിലാൽ കാറിന് പിൻ സീറ്റിലിരുത്തി. കൂടാതെ ഇന്നലെ ഒരു വലിയ കഥ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞതുപോലെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ്. ഈ റിജിലാലും സോനയും അവർ കുറച്ച് കാലങ്ങളായി വഴക്കായിരുന്നു സ്ഥിരം. ഇത് ആ ഒരു പെൺകുട്ടിയുടെ അമ്മാവനാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് സംശയങ്ങൾ നിരത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് റീസൺസും ഉണ്ടായിരുന്നു. അതിലൊന്നാമത്തെ റീസൺ, ഈ പറഞ്ഞതുപോലെ കാറിന് പിറകിൽ, അതും ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ ഒരിക്കലും ആരും അങ്ങനെ ചെയ്യില്ല. ഫ്രണ്ടിലേ ഇരുത്തുള്ളൂ. മനസ്സിലായില്ലേ? ഫ്രണ്ടിലേ ഇരുത്തുള്ളൂ. ഇത് പുറകിലിരുത്തി. പിന്നെ വേറെ കുറേ കഥകൾ കേൾക്കാൻ ഒരുപാട് കഥകൾ, ചെറുത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഒരുപാട് കഥകൾ. അതിലെ മെയിൻ ഒരു കഥയാണ് ആ പെൺകുട്ടിയെ മയക്കി കിടത്തിയിരിക്കുകയായിരുന്നു എന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നത് കേട്ടു ചില വാർത്താ ചാനലുകളിലൂടെ. ആ പെൺകുട്ടിക്ക് ആ സമയത്ത്, ഈ മരണം നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ കാർ കത്തുന്ന സമയത്ത് ബോധമില്ലായിരുന്നു എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടു. എന്താണെങ്കിലും വിശദമായിട്ട് തന്നെ നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ ഈ വാർത്ത നിങ്ങളൊന്ന് കേൾക്കൂ, എന്നിട്ട് ബാക്കി സംസാരിക്കാം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ നടന്ന ദാരുണ സംഭവത്തിന് പിന്നിൽ കൊടും ചതിയുണ്ടോ? ഓടുന്ന കാറിന് തീപിടിച്ച് ഗർഭിണിയായ യുവതി വെന്ത് മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നു. മരിച്ച സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ നേരത്തെ തന്നെ കടുത്ത പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇതൊരു സാധാരണ അപകടമല്ലെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു. നെഞ്ചു പൊള്ളുന്ന ഈ ദുരന്തത്തിന് പിന്നിലെ ഞെട്ടിക്കുന്ന സംശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം തന്നെ വേണമെന്നാണ് കുടുംബത്തിന്റെ ശക്തമായ ആവശ്യം. ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന സ്ഥലത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം രാത്രി ഓടുന്ന കാറിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പൊള്ളലേറ്റ 6 മാസം ഗർഭിണിയായ സോന മരിച്ചത്. കാർ ഓടിച്ച ഭർത്താവ് രജിൻലാൽ ചികിത്സയിലാണ്. എന്നാൽ ഈ അപകടത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് സോനയുടെ കുടുംബത്തിന്റെ ആരോപണം. രജിൻലാലും സോനയും തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിൻസീറ്റിൽ സോന ഇരിക്കുന്ന ഭാഗത്തുനിന്നും തീപിടിച്ചതും പൊട്ടിത്തെറി ഉണ്ടായതും മറ്റ് സാഹചര്യ തെളിവുകളും സംശയത്തിനിടയാക്കുന്നെന്നും കുടുംബം പറയുന്നു. ഇവര് പ്രണയവിവാഹമായിരുന്നു. രണ്ടാമത് ഒരിക്കൽ പ്രേമിച്ച് ഒഴിവാക്കിയ ശേഷം രണ്ടാമത് അവരെ കൂട്ടിച്ചേർത്ത് ഒരു വിവാഹം കഴിച്ചു. ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, എന്തിനാ പെൺകുട്ടി ആ വ്യക്തിയെ ഫോഴ്സ് ചെയ്തു? എന്തിന്? ആ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ എന്തിന് ഫോഴ്സ് ചെയ്തു? ലിറ്ററലി ഞാൻ വ്യക്തമാക്കി തരാം ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വാക്ക് എന്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്നുള്ളത്. ഇന്നലെ ഒരു റൗണ്ട് ഓഫ് കഥകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയും ഈ റിജിലാലും 3 വർഷത്തോളം പ്രണയിച്ചു. അതിനുശേഷം ഈ റിജിലാൽ ദുബായിലേക്ക് പോയി. അവിടെ വെച്ച് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ആ പെൺകുട്ടിയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ റിജിലാലിൻ്റെ വീട്ടിലും അറിയുന്നു, അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടിലും അറിയുന്നു. ഇവരെ കല്യാണം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഈ ഒരു വിവരം നാട്ടിലിരിക്കുന്ന സോന അറിയുന്നത്. സോന ഇത് അറിഞ്ഞപ്പോൾ സോന സ്വയം ജീവൻ ഒടുക്കാൻ പോയി. അത് കേസായി. റിജിലാലിന് പണി കിട്ടി. അങ്ങനെ റിജിലാൽ വീണ്ടും സോനയായിട്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടുപേരും വീണ്ടും പാച്ചപ്പായി കല്യാണം കഴിച്ചു. മനസ്സിലായോ? അതും വീട്ടുകാരുടെ എതിർപ്പോടെ രജിസ്റ്റർ മാരേജ്. അതായത് വീട്ടുകാർക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു, റിജിലാലിനും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അയാൾ ദുബായിൽ പോയപ്പോൾ വേറൊരാളുമായിട്ട് റിലേഷനായിട്ട് കല്യാണം കഴിക്കാനുള്ളൊരു പ്ലാൻ ഇട്ടത്. പക്ഷേ സോന ഇങ്ങനെ ചെയ്തപ്പോൾ പേടിച്ചു. കേസാകും, പണി കിട്ടും, നാട്ടിൽ വന്നു ഒത്തുതീർപ്പായി സെറ്റായി. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഒരു ഇച്ചിരി ഫോഴ്സിങ്ങിലൂടെ ആണ് ആ ഒരു വ്യക്തി ഈ ഒരു ലേഡിയിലേക്ക് വന്നത്. ഇവിടെ വന്നു, ഈ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു.
അതിനുശേഷം വീണ്ടും ഇയാൾ തിരിച്ച് അങ്ങോട്ട് പോയി ദുബായിലേക്ക്. വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഈ ഒരു പെൺകുട്ടി 7 മാസം പ്രഗ്നൻ്റ് ആണ്. ഇവർ തമ്മിൽ കശപിശ ഉണ്ട്. കുടുംബം തന്നെ ആരോപിക്കുന്നുണ്ടത്. എങ്ങനെ കശപിശ ഇല്ലാതെ ഇരിക്കും? കാരണം ആ ഒരു വ്യക്തിയെ സത്യം പറഞ്ഞാൽ പേടിപ്പിച്ചു. ഇങ്ങനൊരു പരിപാടി സ്വയം ജീവൻ ഇല്ലാതെയാക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങി ആരാണെങ്കിലും പേടിച്ചു പോകും. ഇവിടെ വന്ന് കോംപ്രമൈസ് ചെയ്ത് അങ്ങ് കെട്ടിയതാ. എന്തിന് ഇങ്ങനെ വിവാഹം കഴിക്കുന്നു? അതാണ് ഇവിടെ ആദ്യം ചോദിക്കേണ്ടത്. മനസ്സിലായോ? ഒരുത്തന് വേണ്ട ആ പോട്ടെ എന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാൻ ഭൂരിഭാഗം ആളുകൾക്കും പറ്റില്ല. കുറച്ച് പാടാടേ അത് മനസ്സിലാക്കാം. പക്ഷെ അങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് ഇതാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. മനസ്സിലായോ? ഇതിപ്പോൾ ഈ പെൺകുട്ടി അവനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അതിൻ്റെ പേരിൽ ഒരു കുഞ്ഞ് വയറ്റിൽ കിടക്കുന്ന സമയത്ത് അവൻ ചിലപ്പോൾ ദുബായിലേക്ക് തിരിച്ചു പോയ സമയത്ത് വീണ്ടും അവിടെ ഉണ്ടായിരുന്ന ആ ഒരാളുമായിട്ട് റിലേഷനിലായി കാണും. ചിലപ്പോൾ അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് പ്ലാൻ ചെയ്തുള്ളൊരു പരിപാടിയാണോ ഇത്, ഈ ഒരു വാഹനം കത്തിയത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ പെൺകുട്ടി പുറകിലിരുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് തീ കത്തിയത്. മനസ്സിലായോ? അതുപോലെ തന്നെ അവൻ ചാടി വെളിയിൽ ഇറങ്ങുകയും ചെയ്തു. ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഓടിക്കുമ്പോഴത്തേക്ക് കുറച്ച് പാടാടി പുറത്തിറങ്ങാൻ. പക്ഷെ അതിനും അവന് പറ്റി. 65% ശരീരത്തിൽ പൊള്ളൽ ഉണ്ടായിട്ടും ഹോസ്പിറ്റലുണ്ട്. അത്രയും പൊള്ളലുള്ളതുകൊണ്ട് തന്നെ അവൻ ഡീസൻ്റ് ആണ്, അവനൊന്നും ചെയ്ത് കാണില്ല എന്ന് ഇവിടെ ആരും പറയണ്ട. നമുക്കൊന്നും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇവിടെ 2 പേരുടെ അവൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്തതെങ്കിൽ ഒരിക്കലും, അല്ലെങ്കിലും ഒരു കാരണവശാലും അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? പറ്റത്തില്ല. കാരണം ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. അല്ലാതെ പേടിച്ച് അവളെ കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടി എന്തിന് അവൻ പോയെങ്കിൽ പോട്ടെ എന്ന് വെക്കണമായിരുന്നു. അല്ലാതെ സ്വയമായി ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു പിന്നെ അവൻ വന്ന് കോംപ്രമൈസായി കല്യാണം, ഒരിക്കലും അതൊന്നും ഒരു ശാശ്വതമായിട്ട് മുന്നോട്ട് പോകില്ല. മനസ്സിലായോ? നമുക്ക് ബാക്കി ഇനി കേൾക്കാം. ഇതാണ് കാറിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. കാറിൻ്റെ ബാക്ക് ഭാഗമോ മുൻഭാഗമോ ഒന്നും ചെയ്തിട്ടില്ല. ആ സ്ഥിതിക്ക് കാറിൽ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞ അപാര ശബ്ദത്തിലാണ് പൊട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ പൊട്ടിയാണെങ്കിൽ പിന്നെ സംഭവിക്കുകയാണെങ്കിൽ വയർ ഷോട്ടാണെങ്കിൽ പിന്നെ അതിന് എന്തെങ്കിലും മുന്നിലെ എൻജിന് എന്തോ സംഭവിക്കണം. എൻജിനും സംഭവിച്ചിട്ടില്ല, പിന്നെ പെട്രോൾ ടാങ്കൊക്കെ സംഭവിച്ചിട്ടില്ല. ഈ വലിയ ശബ്ദം ഉണ്ടായ നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സംശയം എന്താണ് ഇത് സംഭവിച്ചതെന്ന് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അന്വേഷണം തരണം. ഇത് 100% ഉറപ്പാണ്. ഇതൊരു കൊലപാതകം തന്നെയാണ്. ഇത് ഈ ചെക്കൻ എന്ന് പറഞ്ഞത് എൻ്റെ ഒരു റിയാലിറ്റിയാണ്. എൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ചെക്കൻ. യേശുവില്ല എന്നാണ്. എൻ്റെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോനാണ് ഈ സോനനെ കെട്ടിയ ആൾ. അപ്പോൾ എനിക്കും വലിയ ഒരു സംശയമുണ്ട്, എല്ലാം ഉണ്ട്, ഉറപ്പുണ്ട്. പല കുടുംബത്തിലെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. 100% എനിക്ക് ഉറപ്പാണ് ഇത് കുറവെന്ന് തന്നെയാണ്. 100% ഇതിലെന്തോ ഒരു പിന്നെ സംഭവം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അത് ഞങ്ങൾ പറയാൻ കാരണം അതുകൊണ്ട് നല്ലൊരു അന്വേഷണം ഇതിൽ വെക്കണം എന്നാണ്. കാരണം ഇതിൻ്റെ പുറകിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്, നല്ല കളി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കില്ല, പിന്നെ കുടുംബക്കാരെ വിളിക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, ഞങ്ങളെ ബന്ധുക്കാരെയും വിളിക്കാൻ സമ്മതിക്കില്ല. ഭർത്താവ് രജൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ അപകട കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ആ പെൺകുട്ടിയുടെ അമ്മവൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. കൂടാതെ റെജിലാലിൻ്റെ തന്നെ ബന്ധുക്കാർ പറയുന്നുണ്ട്, പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്ക് സംശയമുണ്ട്, ആ പെൺകുട്ടിയെ ഇവൻ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണോ എന്നൊരു സംശയം എല്ലാവരും പറയുന്നു. കാരണം അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിടികിട്ടിയോ? ഒന്നാമത് ആ പെൺകുട്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പോയി, അവൻ വന്നു സംസാരിച്ചു, എന്നിട്ട് കല്യാണം കഴിച്ചു. ഉറപ്പായിട്ട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത് കുത്തും, ഇത് പറയും, അവൻ പറയും, കുത്തും. പിടികിട്ടിയോ? അത് അവനെന്നല്ല, ആരാണെങ്കിലും ചിലപ്പോൾ ചെയ്തു പോകും. അവിടെ അത് സംഭവിച്ചു കാണും. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്കും താല്പര്യമില്ലായിരുന്നു. സോനയുടെയും ഇവൻ്റെയും റെജുലാലിൻ്റെയും വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു അവർ തമ്മിലുള്ള കല്യാണം. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീട്ടിൽ അവൻ ആ പെൺകുട്ടി നിൽക്കുന്ന വീട്ടിലേക്ക് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന വീട്ടിലേക്ക് വേണ്ട, അവളുടെ ആരും വേണ്ട എന്ന് പറഞ്ഞ് വഴക്കുണ്ടാവുമായിരുന്നു. ലാസ്റ്റ് അവൻ ആ പെൺകുട്ടി അവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടാണ് പോയത്. മനസ്സിലായോ? തിരിച്ച് ദുബായിലേക്ക് പോയത്. അവിടെ ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് റിലേഷൻ കല്യാണം ഉറപ്പിക്കാൻ നിന്നിരുന്നു. അവരുമായിട്ട് വീണ്ടും റിലേഷനിലേക്ക് പോയോ നമുക്കറിയില്ല. അവരുമായിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണോ ഇത്തവണ നാട്ടിൽ വന്നിട്ട് ഈ ഒരു പരിപാടി
പ്രത്യേകിച്ച് ആ കാറിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. ഓൾറെഡി നമ്മൾ ഇതിനെപ്പറ്റി ഇന്നലെ സംസാരിച്ചതാണ്. സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പം അവൻ്റെ വീട്ടുകാരും ആ പെൺകുട്ടിയുടെ വീട്ടുകാരും എല്ലാവരും ഇങ്ങനെ സംശയങ്ങൾ പറയുമ്പോൾ നമ്മളും സംശയിച്ചു പോകും. കാരണം ഞാൻ പറഞ്ഞ 100-ലധികം റീസൺസ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് അങ്ങ് പറഞ്ഞതാണ്, 100-ലധികം അത്രയൊന്നുമില്ല. പക്ഷെ ഉള്ള റീസൺസ് തന്നെ പ്രോപ്പറായിട്ട് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പിടികിട്ടിയോ? ഇനി വേറൊരു കാര്യം, അതും കൂടെ കേട്ടോ. സോനയും ഭർത്താവ് രജിൻലാലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും തീപിടുത്തമുണ്ടായ സാഹചര്യം ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും സോനയുടെ അമ്മാവൻ സത്യൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സമഗ്രമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുകയാണ്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിൽ പോലീസും ദുരൂഹത സംശയിക്കുന്നുണ്ട്. തീപിടിക്കാൻ സഹായിക്കുന്ന എന്തോ ഒരു വസ്തു കാറിനകത്ത് ഉണ്ടായിരുന്നുവെന്നാണ് സംശയം. ഫോറൻസിക് ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ ദുരൂഹത നീങ്ങൂ എന്നും പോലീസ് പറയുന്നു. ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാം. കാറിന്റെ ഉൾവശം മാത്രമാണ് കത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് ഒന്നുകിൽ പെട്രോളോ ഇല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായിരുന്നിരിക്കണം തീ ആളിക്കത്താൻ വേണ്ടി. പിടികിട്ടിയോ? അതുപോലെ തന്നെ റിജുലാലിനൊരു ഐഡിയ കാണും, വണ്ടി കത്തും, എനിക്ക് അതിനകത്തുനിന്ന് ഇറങ്ങണം, കുറച്ച് എനിക്ക് പൊള്ളലേറ്റാലും എനിക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റണം. ചിലപ്പോൾ ആ ഒരു മൈൻഡിലാണ് പുള്ളി അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയും ചെയ്യാം. അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ വിരലുകളും റിജുലാലിന് നേരെ ചൂണ്ടും. ഇപ്പോൾ തന്നെ അവരുടെ ലൈഫ് അറിയാവുന്ന എല്ലാവരും ആ വ്യക്തിക്ക് നേരെ ചൂണ്ടുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമേ തന്നെ അകത്ത് പോയേനെ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു കാറിനകത്തെ പരിപാടി. മനസ്സിലായോ? ഇനി നേരത്തെ ഞാൻ പറഞ്ഞ അമ്മാവൻ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. അങ്ങനെ നടന്നതാണ്. അവർ ആദ്യം സ്നേഹിച്ച് നേരെ രണ്ടാമത് ഇവള് വേറെ കല്യാണം ആലോചിച്ച് അതിനുശേഷം ഇവള് മരിക്കാനൊക്കെ പോയ ശേഷം രണ്ടാമത് കേസായരെ പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിച്ചതാണ്. ഈ കാറിൻ്റെ മുന്നിലെ ബോഡിയോ കേക്കിലെ ഭാഗമോ ഒന്നും ആയിട്ടില്ല. ഈ ഉൾഭാഗം കംപ്ലീറ്റ് കത്തി നശിച്ചു. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടാണെങ്കിൽ മുൻഭാഗത്തിൻ്റെ എൻജിൻ ഭാഗം പൊട്ടിത്തെറിക്കണ്ടല്ലോ, അത് സംഭവിച്ചിട്ടില്ലല്ലോ. അതാണ് മെയിൻ ഒരു സംശയം. സത്യത്തിൽ ഇവള് ഉറങ്ങിപ്പോയതാണോ അല്ലെ ഉറക്കിയതാണോ ഒന്നും തിരിയുന്നില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ കത്തുമ്പോൾ എന്തെങ്കിലും ഒരു പടച്ച് കളിക്കുകയല്ലേ, മങ്ങിപ്പോയത് സംഭവിക്കില്ലല്ലോ. ഇവിടെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് വിഷമങ്ങളൊക്കെ, അടുത്ത വിഷമങ്ങളൊക്കെ, അവൻ്റെ വിഷമങ്ങളൊക്കെ, അവനൊക്കെ ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഉപദ്രവിക്കുമായിരുന്നോ? അമ്മയുടെ അനിയത്തിയോടൊക്കെ ആ പെൺകുട്ടി എന്തോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ചോദ്യം, അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടി ഇല്ലാതാവൻ കാരണം അവനാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ പൊള്ളലും തേങ്ങയും നോക്കണ്ട, പിടിച്ച് അകത്തിടണം. അതേ ഞാൻ പറയുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെ വരുന്ന അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടും കൂടെയാണ് ഒരു കാര്യം പറയാനുള്ളത്. എന്തിനാണ് പോയി സ്വയം ഇല്ലാതെ ആയിക്കൊണ്ട് ഓരോ പരിപാടികൾ ചെയ്യാൻ നിൽക്കുന്നത്, വേറൊരാളോട് വാശി കാണിക്കാൻ നിൽക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ആ പരിപാടി കാണിച്ചുകൊണ്ട് കേസായപ്പോൾ അവന് വേറെ മാർഗമില്ല, കെട്ടിയേക്കാം എന്ന് പറഞ്ഞ് കെട്ടും. പക്ഷേ സ്നേഹം അതുണ്ടാവണമെന്നില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിടികിട്ടിയോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ